ഡെവലപ്മെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം രണ്ട് കാര്യമുണ്ട്. ഒന്ന് ഗ്രോത്താണ്, രണ്ടാമത്തെയാണ് ഡെവലപ്മെൻറ്റ്. എന്ന് പറഞ്ഞാൽ ഗ്രോത്തിൻ്റെ അകത്ത് നമ്മൾ ഫിസിക്കലാണ് പറയണത്, ഡെവലപ്മെൻറ്റിൻ്റെ അകത്ത് നമ്മൾ മെൻ്റലും കോഗ്നിറ്റീവും ബാക്കിയുള്ള ഡെവലപ്മെൻറ്റ് വരും. 4 വയസ്സിന് താഴ്ത്താണ് നമ്മുടെ ബ്രെയിൻ മാക്സിമം ഡെവലപ്പ് ചെയ്യുന്നത്. ന്യൂ ബോൺ സ്ക്രീനിങ് ആർക്കൊക്കെ വേണം, അത് മാത്രമല്ല ആരൊക്കെയാണ് ഹൈ റിസ്ക് ബേബീസ് എന്നുള്ളതാണ്. ഇതറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതെല്ലാം നോർമലായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഏതൊക്കെ ടൈപ്പായിട്ടുള്ള നേരത്തെ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ട്രീറ്റ്മെൻറ്റ് നേരത്തെ ചെയ്യാമെന്നുള്ളത്. അതിലൊന്ന് ഇത് തൈറോയിഡിൻ്റെ. സംസാരിക്കാത്ത കൊച്ചാണോ, അതിന് കാരണങ്ങളുണ്ട്. ഒന്ന് സംസാര രീതി, സംസാരിക്കണ ഇത് രീതിയിൽ. രണ്ടാമത്തത് കേട്ടിട്ട് മനസ്സിലാക്കിയിട്ട് സംസാരിക്കും. ഇത് രണ്ടും ഇമ്പോർട്ടൻ്റാണ്. എൻ്റെ പേര് ഡോക്ടർ സച്ചിദാനന്ദ കമ്മൽ, കൺസൾട്ടൻറ്റ് പീഡിയാട്രീഷ്യൻ, ഇന്ദിരാഗാന്ധി കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ, കടവന്ത്ര. ന്യൂ ബോൺസ് എന്ന് പറഞ്ഞ സാധാരണഗതിയിൽ ഒരു മാസത്തിൻ്റെ ഉള്ളിൽ വരുന്ന കുഞ്ഞുങ്ങളെയാണ് നമ്മൾ ന്യൂ ബോൺസ് എന്ന് പറഞ്ഞത്. 1 വയസ്സിന് താഴ്ത്തുള്ളവരെ എല്ലാവരെയും നമ്മൾ ഇൻഫൻസ് എന്ന് പറയും. സാധാരണഗതിയിൽ നമുക്ക് ഈ ഒരു പ്രായത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യം, നമുക്ക് അറിയേണ്ടത് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടാവുമോ, എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, അല്ലെങ്കിൽ അവരുടെ ഡെവലപ്മെൻറ്റ് നോർമലാണോ. ഡെവലപ്മെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം രണ്ട് കാര്യമുണ്ട്. ഒന്ന് ഗ്രോത്താണ്, രണ്ടാമത്തെയാണ് ഡെവലപ്മെൻറ്റ്. എന്ന് പറഞ്ഞാൽ ഗ്രോത്തിൻ്റെ അകത്ത് നമ്മൾ ഫിസിക്കലാണ് പറയണത്, ഡെവലപ്മെൻറ്റിൻ്റെ അകത്ത് നമ്മൾ മെൻ്റലും കോഗ്നിറ്റീവും ബാക്കിയുള്ള ഡെവലപ്മെൻറ്റ് വരും. എന്ന് പറഞ്ഞാൽ റീസൺ നമ്മൾ വെയിറ്റ് കൂടുക, ഹൈറ്റ് കൂടുക, അതെല്ലാം ഡെവലപ്മെൻറ്റിൽ ഗ്രോത്തിൽ വരും. ഡെവലപ്മെൻറ്റിൻ്റെ അകത്ത് നമ്മൾ ഒന്ന് നമുക്ക് നോക്കി ചിരിക്കുക, കമന്ന് വീഴുക, എഴുന്നേറ്റ് നിൽക്കുക, നടക്കുക, ഇതൊക്കെ വേരിയസ് സ്റ്റേജസ് ഓഫ് ഡെവലപ്മെൻറ്റാണ്. അതിൻ്റെ അകത്ത് തന്നെ സ്പ്ലിറ്റ് ചെയ്ത് പിന്നെയുണ്ട് സംസാരിക്കുക, അല്ലെങ്കിൽ ഓരോരോ വേർഡ് സംസാരിക്കുക, അതിന് ശേഷമാണല്ലോ. അതാണ് ഡെവലപ്മെൻറ്റും ഗ്രോത്തും തമ്മിൽ. ഇനി ഈ പറയുന്ന എല്ലാം നമുക്ക് കിട്ടണ്ടോ ഇല്ലേ എന്നുള്ളത് ഇതിൻ്റെ ഇമ്പോർട്ടൻസ്. 4 വയസ്സിന് താഴ്ത്താണ് നമ്മുടെ ബ്രെയിൻ മാക്സിമം ഡെവലപ്പ് ചെയ്യണേ. അപ്പോൾ നമ്മൾ നേരത്തെ എന്ത് അസുഖവും കണ്ടുപിടിച്ചാൽ നമുക്കത് ട്രീറ്റ്മെൻറ്റിനാണെങ്കിലും അതിനെ ഒന്ന് മോൾഡ് ചെയ്തെടുക്കാനാണെങ്കിലും ഒക്കെ എല്ലാ കാര്യങ്ങളും നമുക്ക് നേരത്തെ തുടങ്ങാം. അതുകൊണ്ട് നമ്മൾ എല്ലാവരും തന്നെ ഇപ്പോൾ ന്യൂ ബോൺ സ്ക്രീനിങ് എന്നുള്ളത് നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. എല്ലാ സ്ഥലത്തും തന്നെയുണ്ട്, ഇന്ത്യയിലുണ്ട്, കേരളത്തിൽ വളരെ പുരോഗതിയിലുണ്ട്, വെസ്റ്റേൺ കൺട്രീസിൽ എല്ലാവരും ചെയ്യുന്നുണ്ട്. ന്യൂ ബോൺ സ്ക്രീനിങ് ആർക്കൊക്കെ വേണം, അത് മാത്രമല്ല ആരൊക്കെയാണ് ഹൈ റിസ്ക് ബേബീസ് എന്നുള്ളതാണ്. ഇതറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതെല്ലാം നോർമലായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ന്യൂ ബോൺ സ്ക്രീനിങ് ചെയ്യണത്, ഒന്ന് നമ്മൾ സാധാരണഗതിയിൽ ജനിച്ചു കഴിഞ്ഞാൽ തന്നെ കംപ്ലീറ്റ് ആയിട്ടൊന്ന് ചെക്ക് ചെയ്യുക, എല്ലാ കാര്യങ്ങളും ചെക്ക് ചെയ്തിട്ട് ഫിസിക്കലി എല്ലാ കാര്യങ്ങളും വിരൽ മുതൽ എല്ലാ അവയവങ്ങളും എല്ലാ കാര്യങ്ങളും നോർമലാണോ എന്ന് അറിയാൻ പറ്റും. രണ്ടാമത് നമുക്ക് ചെയ്യേണ്ടത് ബ്ലഡ് ടെസ്റ്റുകളാണ്. ഏതൊക്കെ ടൈപ്പായിട്ടുള്ള നേരത്തെ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ട്രീറ്റ്മെൻറ്റ് നേരത്തെ ചെയ്യാമെന്നുള്ളത്. അതിലൊന്ന് ഇത് തൈറോയിഡിൻ്റെയാണ്. തൈറോയിഡിൻ്റെ ടെസ്റ്റ് നേരത്തെ നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഒരു ഗുണം എന്താണെന്ന് പറഞ്ഞാൽ, ബ്രെയിൻ ഡെവലപ്പ് ചെയ്ത് തുടങ്ങിയിട്ടാണ് നമ്മൾ തൈറോയിഡിനെ റീപ്ലേസ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓൾറെഡി ഡാമേജസ് സംഭവിക്കും. അതുകൊണ്ട് കഴിയുന്നത് നേരത്തെ സ്റ്റാർട്ട് ചെയ്യുന്നു, അത്രയും നേരത്തെ തന്നെ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാം. അതുകൊണ്ടാണ് ജനിക്കുമ്പോൾ തന്നെ തൈറോയിഡ് ചെക്ക് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ നമ്മൾ സംസാരിക്കാത്ത കൊച്ചാണോ, അതിന് കാരണങ്ങളുണ്ട്. ഒന്ന് സംസാര രീതി, സംസാരിക്കണ ഇത് രീതിയിൽ. രണ്ടാമത്തത് കേട്ടിട്ട് മനസ്സിലാക്കിയിട്ട് സംസാരിക്കും. ഇത് രണ്ടും ഇമ്പോർട്ടൻ്റാണ്. കേൾവിശക്തിയുടെ ബെറ്റർ ആയാൽ എല്ലാ പിള്ളേരും നന്നായിട്ട് സംസാരിക്കണവരാണെങ്കിൽ. അപ്പോൾ കേൾവിശക്തി അറിയാനായിട്ട് നമ്മുടെ പഴയ രീതിയിൽ മാതിരി നമ്മുടെ ഇതിൻ്റെ അകത്ത് പാത്രത്തിൻ്റെ പുറത്ത് കൊട്ടിയിട്ട് ശബ്ദം ഉണ്ടാക്കിയിട്ട് ഒരു കാര്യമില്ല. ബിക്കോസ് അതൊക്കെ നമ്മൾ അറിയത്തില്ല എന്തൊക്കെയാണ് നടക്കണേന്നുള്ളതില്ല. അപ്പോൾ അത് നമ്മൾ നേരത്തെ അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിനുള്ള സപ്പോർട്ടീവ് മെഷേഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ അവർ ആ
6 മാസത്തിൽ ശബ്ദം ഉണ്ടാക്കുക, 8 മാസത്തിൽ ബബ ഉണ്ടാക്കുക, 10 മാസത്തിൽ ആളെ നോക്കിയിട്ട് മാ എന്ന് പറയുക, അമ്മ. അങ്ങനെ ഡെവലപ്മെൻ്റലി അവരെ കൊണ്ടുവരാം, തിരിച്ച് നമുക്ക് കൊണ്ടുവരാം. അപ്പോൾ രണ്ടാമത്തെ ടെസ്റ്റ് OAE, ഓട്ടോ ഇതിൻ്റെ ചെവിയുടെ ഇത് കേൾവി ശക്തി ഉണ്ടോ ഇല്ല എന്നുള്ളത് നോക്കണം. 3ഉം 4ഉം ഒക്കെ കോമൺ ആയിട്ടുള്ളത് നമ്മുടെ ബാക്കിയുള്ള ടെസ്റ്റുകളാണ് ഉള്ളത്. അത് എല്ലാ സ്ഥലത്തും ഓരോ സ്ഥലത്തും അതിൻ്റെ ഇമ്പോർട്ടൻസ് മാറിയിരിക്കും. ഫിനിൽക്യൂറ്റിനൂറിയ അങ്ങനത്തെ ഓരോന്നിനും ഓരോ അസുഖങ്ങൾ. അപ്പോൾ നമ്മൾ ഇത് ചെയ്യേണ്ടത് ബേസിക്കലി എല്ലാ കുട്ടികൾക്കും ഇത് ചെയ്യണം. ഇനി പ്രീ ടേമിനെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ ഇമ്പോർട്ടൻ്റാണ്. ബ്രെയിൻ ഡെവലപ്പ് ചെയ്യാൻ 3 കൺസെപ്ഷൻ കഴിഞ്ഞിട്ട് 4ാമത്തെ ആഴ്ച മുതൽ ബ്രെയിൻ ഡെവലപ്പ് ചെയ്ത് തുടങ്ങും. ബ്രെയിൻ ജനിച്ചതിന് ശേഷവും ഡെവലപ്പ് ചെയ്തുകൊണ്ടേയിരിക്കും. അതേസമയം ബാക്കിയുള്ള ഐറ്റംസൊക്കെ അങ്ങനെയല്ല. ചിലതെല്ലാം കൺസെപ്ഷൻ കഴിഞ്ഞിട്ട് 6 മാസം കഴിഞ്ഞിട്ടായിരിക്കും ചില അവയവങ്ങൾ സ്റ്റാർട്ട് ചെയ്യണേ. പക്ഷേ ബ്രെയിനിനെ സംബന്ധിച്ചിടത്തോളം ത്രൂ ഔട്ട് ദി ഇയറും ത്രൂ ഔട്ട് ദി ടൈമും അത് കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഹൈ റിസ്ക് ബേബീസ് എന്ന് പറയണത് നമ്മൾ പ്രീ ടേം ബേബീസിൻ്റെ ഓരോ അവയവങ്ങളും ഡെവലപ്പ് ചെയ്യണ സമയങ്ങൾ നമ്മൾ ജനിക്കണതിൻ്റെ കൺസെപ്ഷൻ മുതൽ ജനിക്കണ വരെ ഉള്ള പീരീഡിന് പല അവയവങ്ങളും ഡെവലപ്പ് ചെയ്യും. അപ്പോൾ ഫുൾ ടേം ആയാൽ മാത്രമേ നമ്മുടെ എല്ലാം ഡെവലപ്പ് ആവുള്ളൂ. നമ്മൾ പുറകോട്ട് പോയി കഴിഞ്ഞാൽ ഓരോ തവണയും ഓരോ മാസവും 4 ആഴ്ചയൊക്കെ കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഡെവലപ്മെൻറ്റ് അത്രയും കുറവായിരിക്കും. ഫോർ എക്സാമ്പിൾ നമ്മുടെ ഈ ചെസ്റ്റും ലങ്സും ഒക്കെ ഡെവലപ്പ് ചെയ്യുന്നതിന് മുമ്പാണ് പ്രസവിക്കണമെന്നുണ്ടെങ്കിൽ അവർക്ക് ശ്വാസം കിട്ടാത്ത രീതിയിൽ ശ്വാസം മുട്ടൽ അതൊക്കെ ഉണ്ടാവും. അതേമാതിരി തന്നെയാണ് അവർക്ക് ഹാർട്ടും അത്രയും ബീറ്റിംഗ് എന്തായിരിക്കും. അതേമാതിരി ഇവരൊക്കെ പുറകോട്ട് പോകുന്തോറും അവരുടെ സക്കിങ് ഇത് കുറവായിരിക്കും. സക്കിങ് റിഫ്ലെക്സ്, അത് വലിച്ചു കുടിക്കണതിന് അത്ര ശക്തി ഉണ്ടാവില്ല, വിഴുങ്ങണതിന് ശക്തി ഉണ്ടാവില്ല, അല്ലെങ്കിൽ സക്ക് ചെയ്ത് വിഴുങ്ങണം എന്നുള്ളത് കൺസെപ്റ്റ്. ഈ ഇതിൻ്റെ പീരീഡിൽ ന്യൂ ബോൺസിന് ഈ 2 ടെസ്റ്റ് കൂടാണ്ട് പ്രീ ടേം ഹൈ റിസ്ക് ബേബീസിന് എല്ലാവരും തന്നെ റെഗുലറായിട്ട് ചെക്കപ്പിന്, തലയുടെ ചെക്കപ്പ്, കണ്ണിൻ്റെ ചെക്കപ്പ്, ചെവിയുടെ ചെക്കപ്പ്, ഓവറോൾ ചെക്കപ്പ് റെഗുലർ ഇൻ്റർവെൽസിൽ വന്നിട്ട് എടുക്കേണ്ടതാണ്. ന്യൂ ബോൺ സ്ക്രീനിങ് കൂടാണ്ട് ഇതും ചെയ്തിരിക്കണം. Meditales. Do like, share and subscribe to Meditales. Follow us on Facebook, Instagram, WhatsApp, Threads and X.